കഴിഞ്ഞ രാത്രിയാണ് ആക്രമണമുണ്ടായത്. ഫിഷ് ഫാമിൽ നിന്ന് തിരികെ പോകാൻ വാഹനത്തിൽ കയറാൻ തുടങ്ങുമ്പോഴാണ് മുഖംമൂടി സംഘം ആക്രമിച്ചതെന്ന് വിന്നിയുടെ ഭർത്താവ് പോൾ പീറ്റർ പറഞ്ഞു. 3 പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ഇവരുടെ ചെമ്മീൻ ഫാമിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. ഇതിനടുത്ത് കാട് പിടിച്ച പ്രദേശമാണ്. ഇവിടെ പലപ്പോഴും ആളുകൾ വന്നു പോകാറുണ്ട്. CCTV ക്യാമറകൾ സ്ഥാപിച്ചത് ഇവരുടെ സ്വൈര്യവിഹാരത്തിന് തടസ്സമായിട്ടുണ്ട്. ഇതേ ചൊല്ലി നേരത്തെ തർക്കമുണ്ടായിട്ടുണ്ടെന്നും പോൾ പറഞ്ഞു. പ്രാദേശിക നേതാവ് ഭീഷണിപ്പെടുത്തിയിരുന്നതായും വിന്നിയുടെ ഭർത്താവ് ആരോപിച്ചു. ഓൾറെഡി വൈഫിന് ഒക്കെ വധഭീഷണി 2-3 പ്രാവശ്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സംശയം ഇപ്പോൾ ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങണേന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നടന്നു വന്നവർ പെട്ടെന്ന് ഓടി വന്നിട്ട് ആദ്യം ഒരാൾ വന്ന് തലയുടെ പുറകിലോട്ട് ഇരുമ്പൊടിക്ക് അടിക്കണമായിരുന്നു. ഇത് അടി കൊണ്ട് താഴെ വീണ് കിടക്കുന്ന സമയത്ത് ബാക്കിയുള്ള 2 പേരും കൂടി വന്നിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന് 3 പേരും കൂടി അടിച്ചു. തലയുടെ ബാക്കിൽ 20 സ്റ്റിച്ചുണ്ട്. ഇവർ അന്ന് തന്നെ ഭീഷണി ഉണ്ടായിരുന്നു. നിങ്ങളിത് മാറ്റി തന്നില്ലെങ്കിൽ നിങ്ങളിവിടെ ചെയ്യിപ്പിക്കില്ല, അടിക്കും, കൊല്ലും എന്നൊക്കെ പറഞ്ഞ് വൈഫിനെ ഈ പറഞ്ഞ പ്രാദേശിക നേതാവ് ഒറ്റയ്ക്ക് വരുന്ന സമയത്ത് കാറിൻ്റെ വട്ടം നിന്നിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതിന് കംപ്ലൈൻ്റ് ഉണ്ട്, സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് ഉണ്ട്, മുളവാട് സ്റ്റേഷനിൽ. തലയ്ക്കും കൈക്കുമാണ് വിന്നിക്ക് പരിക്ക്. കമ്പിപിടി കൊണ്ടായിരുന്നു ആക്രമണം. പോളിനെ തേടിയെത്തിയ അക്രമി സംഘം വിന്നിയെ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് കരുതുന്നത്. സംഭവത്തെക്കുറിച്ച് മുളവുകാട് പോലീസ് അന്വേഷണം തുടങ്ങി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.